എല്ലാവർക്കും നമസ്കാരം. ഈയിടെ ഞങ്ങൾ ഒന്നിലധികം പീഡിയാട്രീഷ്യന്മാരുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ ദീർഘനേരം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും രാത്രി 10 മണിക്കും 12 മണിക്ക് ശേഷം വെളുപ്പാങ്കാലത്തോടു കൂടി ധാരാളം കുട്ടികളെ ഛർദിയും വയറിളക്കവും ക്ഷീണവും കാരണം വാടിയ ചേമ്പന്തണ്ട് പോലെ ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുവരുന്നു. ഒന്നിലധികം പീഡിയാട്രീഷ്യന്മാർ ഇത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ അവരോട് ചോദിക്കും, എന്താണ് കഴിച്ചത്? അപ്പോൾ കഴിച്ചത് എന്താണെന്ന് അതിൻ്റെ പേര് പോലും പറയാൻ മിക്ക മാതാപിതാക്കൾക്കും അറിയത്തുമില്ല. കഴിച്ചത് എന്തൊക്കെയായിരിക്കും എന്നറിയോ? അതിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നതിൻ്റെ പേര് കുഴിമന്തി എന്നാണ്, അല്ലെങ്കിൽ വിവിധ തരം മന്തികൾ. നമ്മൾ മനസ്സിലാക്കുന്നു ഈ അറബി ലോകത്തുള്ള സകല രാജ്യങ്ങളുടെ പേരിലും മന്തികളുണ്ട്. ഏതൊക്കെ രാജ്യമുണ്ട്? യമൻ്റെ പേരിലുണ്ട്, പിന്നെ എല്ലാ രാജ്യങ്ങളുടെ പേരിൽ കാണും. മറ്റൊരു പ്രധാന വില്ലനാണ് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അനേകരുടെ ജീവനെടുത്ത കൊലയാളി ഷവർമ്മ. ഇങ്ങനെ കത്തുന്നിടത്ത് തീക്ക ഇങ്ങനെ കറക്കി നീക്കി ഇങ്ങനെ ചരണ്ടിപ്പറിച്ച് പൊതിഞ്ഞൊക്കെ കൊടുക്കും. പക്ഷേ ആ പൊതിഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നില്ലെങ്കിൽ ചിലപ്പം ആളടിച്ചു പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാന വിഷയം. ഇനി കൊലയാളി ഷവർമ്മയെ വിട്ട് കഴിഞ്ഞാൽ അതിലും വലിയൊരു വില്ലനുണ്ട്, പൊരിച്ച ഐസ്ക്രീം. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പൊരിച്ച ഐസ്ക്രീം. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. അതായത് ഈ ഐസ്ക്രീമിൻ്റെ ചില ഉരുളകൾ ഏതാണ്ടൊക്കെ പൗഡറുകൾക്കകത്ത് അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ പൗഡറുകൾ കലക്കിയതിനകത്ത് കയറ്റിയിട്ട് അതിനെ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കും. ചിലപ്പോൾ കുറച്ച് സമയം വല്ലതും കാണുകയുള്ളൂ. അതായത് പുറത്ത് തിളച്ച എണ്ണയുടെ ചൂടും അകത്ത് കൊടും തണുപ്പും. ഇതൊരു വല്ലാത്ത വില്ലനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാതിരാത്രിയിലൊക്കെ ചില കാരണവന്മാർ ഈ പൊരിച്ച ഐസ്ക്രീം കിട്ടാൻ വേണ്ടി പിള്ളേരെയും കൊണ്ട് തെണ്ടി തിരിഞ്ഞാണ് നടക്കുന്നത്. പക്ഷേ ഇത് മേടിച്ച് തീറ്റാൻ കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ നേരെ ആശുപത്രിയിലോട്ടും. പിന്നത്തെ ഒരു പ്രധാന വില്ലനാണ് കുലുക്കി സർബത്ത്. കുലുക്കി സർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ 2, 3, 4 ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുലുക്കാൻ. ഇപ്പം വന്ന് കമ്മ്യൂണിസ്റ്റ് പണ്ട കിട്ടിയാൽ പോലും അതിനകത്തോട്ട് ഒടിച്ചു മറക്കി ഇട്ടിട്ട് ഈ കുലുക്കോട് കുലുക്കാം. അവസാനം കുലുക്കി നോക്കുമ്പം ഇതിനകത്ത് എന്നതൊക്കെ ഐറ്റങ്ങൾ പരസ്പരം ചേരാൻ മേലാത്തതുണ്ടെന്നോ ചേർന്ന വിഷമാകുന്നതുണ്ടെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നവർക്ക് ശാസ്ത്രീയ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഈ വസ്തുക്കളിൽ പരസ്പരം ചേരാത്ത സാധനങ്ങൾ ധാരാളമുണ്ട്. അത് ചുമ്മാ ഒരു അടിസ്ഥാനമില്ലാതെ കലക്കി കുറുക്കി ആളുകൾക്ക് കൊടുക്കുമ്പോൾ അത് പലതരം ഭക്ഷ്യവിഷബാധ ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മണ്ടേ പതയുണ്ടായി വരാൻ വേണ്ടി ഇവന്മാർ ഇച്ചിരി സർപ്പും കൂടി അതിനകത്ത് ഇടുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. പത വരണ്ടേ? നിങ്ങൾ കണ്ടായിരുന്നോ KFCയിൽ ഈയിടെ പല തവണ ആളുകൾ പോയി മേടിച്ചതിനകത്ത് കൃമിയും പുഴുവും ഉള്ള കോഴിക്കാലുകൾ കണ്ടായിരുന്നല്ലോ. KFC ഒക്കെ അമേരിക്കൻ കമ്പനിയാണെന്നാണ് പറയുന്നത്. അമേരിക്കൻ കമ്പനിയുടെ ഇവിടെ വിൽക്കുന്ന സാധനത്തിനകത്ത് പുഴുവും കൃമിയാണെങ്കിൽ ഇവിടെയുള്ളവന്മാരെ ഉണ്ടാക്കുന്നതിനകത്ത് എന്നതൊക്കെ കാണും. ഇനി ഈ മയോണൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഈ ചമ്മന്തികളുമുണ്ട്. ഇതൊക്കെ എന്നാ വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാൻ മേല. കാരണം ഒരു സമയം കഴിഞ്ഞാൽ ഇതെല്ലാം വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. ഇതിൻ്റെ എല്ലാം പുറത്ത് ഈയിടെ ഏറ്റവും പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ കാല് അകത്ത് കയറ്റി വെച്ച പപ്സ്. 70 രൂപ ഒരെണ്ണത്തിൻ്റെ വില. അതിപ്പോൾ ഇന്ന് കയറ്റി വെച്ചതാണോ, ഇന്നലെ കയറ്റി വെച്ചതാണോ, മിനിങ്ങാന്ന് കയറ്റി വെച്ചതാണോ, 1 മാസം മുമ്പ് കയറ്റി വെച്ചതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റിയല്ല. ഞാൻ ഈയിടെ മത്തി മേടിക്കാൻ പോയപ്പം മത്തിക്ക് ആകെപ്പാടെ ഒരു ഷേപ്പ് വ്യത്യാസം. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആൾ പറഞ്ഞു, ഈ മത്തി കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ട് ഒരു 6 മാസമെങ്കിലും ആയ മത്തി ആയിരിക്കും എന്ന് പറഞ്ഞു. സത്യമായിരുന്നു. 1 കിലോ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഉപയോഗിക്കാനേ പറ്റിയില്ല. എന്ന് പറഞ്ഞ പോലെ ഈ കോഴി എത്ര കാലം മുമ്പ് കർത്താവിൽ നിദ്ര പ്രാപിച്ചതാണെന്ന് ദൈവത്തിനറിയാം. ഇതിനെ അകത്തോട്ട് കയറ്റി വെക്കുക, എന്നിട്ട് ഓവനകത്ത് വെച്ച് ചൂടാക്കിയല്ലേ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇത് ചൂടാക്കി അവസാനം ഇതിനകത്ത് എന്നതൊക്കെ ഇതുകൊണ്ട് കഴിച്ചാൽ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് മലയാളിയുടെ ഭക്ഷണ പാരമ്പര്യം ഇങ്ങനെ മാറിയത്? ഞങ്ങളതിനകത്ത് ഒന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്, ഈ ഗ്യാസിന് ഷോർട്ടേജ് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഗ്യാസിന് ഷോർട്ടേജുകളൊക്കെ വന്നപ്പം വീടുകളിൽ മിക്കപ്പോഴും ഇച്ചിരി ഷോർട്ടേജൊക്കെ ഉണ്ടെങ്കിൽ, ഗ്യാസിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ, പിന്നെ പൊതുവെ പുതിയ പെണ്ണുങ്ങൾക്ക്
ഭക്ഷണം ഉണ്ടാക്കുന്നതൊന്നും വലിയ താല്പര്യമല്ലല്ലോ. അത് ഈ കടയിൽ പോയി കഴിഞ്ഞാൽ എളുപ്പമുണ്ടെന്നും പറഞ്ഞ് കെട്ടിയവനോട് പറയും, ചേട്ടാ, അണ്ണ, അക്ക, ഗ്യാസ് ഇല്ല. അന്നേരം അങ്ങനെ പറയും, പിള്ളേരെ എല്ലാം പിടിക്കടി, അവിടെ എവിടെ നടക്കുന്നതിനെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഒരുക്കി കെട്ടി വണ്ടിയിലിട്ടിട്ടോ പോയേക്കാന്ന് പറയും. കെട്ടിയവൻ വേണമെങ്കിൽ ഒരു പാൻറ് ഷർട്ട് എടുത്തിടും, കെട്ടിയുള്ളൊരു വെനീനും ഒരു ജീൻസും എടുത്തിടും. പ്രായപൂർത്തിയായ പെൺപിള്ളേരുണ്ടെങ്കിൽ അത് കുഞ്ഞൊരു നിക്കറും ഒരു വെനീനും ഇടും. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എല്ലാത്തിനെയും കൂടെ വാരി കെട്ടി സന്ധി കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടർ അന്വേഷിച്ച് നടക്കുക. അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കിട്ടുന്നതെല്ലാം വാരി തിന്ന്. ഇത് എങ്ങനെ ഉണ്ടാക്കി, എവിടെ ഉണ്ടാക്കി, എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല. ഇതെല്ലാം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും എല്ലാം പരസ്പര വിരുദ്ധമായ ഭക്ഷണങ്ങളാണ് ചെല്ലുന്നത്. വയറ്റോട്ട് ചെന്നാൽ പിന്നെ വയറുവേദനയായി, ഛർദിയായി, വയറൊഴിച്ചിലായി, പിന്നെ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് ഓടുക. ഡോക്ടർമാർ ചോദിച്ചാൽ കഴിച്ചതിൻ്റെ പേര് പോലും ഒരുത്തിനും അറിയത്തില്ല. എന്തൊക്കെയാണ് കഴിച്ചതെന്നറിയാതെ ഡോക്ടർമാർ കിടന്ന് പെടാപ്പാട് കൊടുക്കുക. എന്നാന്ന് അവർ ചെയ്യുന്നത്? ഞങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു, നിങ്ങൾ ഈ വിവരങ്ങളൊന്ന് വീഡിയോയിൽ തുറന്ന് പറയാമോ, ഞങ്ങൾ ചാനലിൽ അതിനുള്ള അവസരം തരാം. അവർ പറഞ്ഞു, അയ്യോ അതൊന്നും പറയാൻ പറ്റില്ല, ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥന്മാർ ഞങ്ങളെ വെച്ചേക്കുകയല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡോക്ടർമാർ പറയുക, വലിയ ഹോട്ടലുകളിൽ വറുത്തിട്ട് പുറന്തള്ളുന്ന എണ്ണ ഈ മീഡിയം സൈസ് ഹോട്ടലുകാരനൊക്കെ കൊണ്ടുവന്ന് അതിനകത്താണ് ഇത് വറക്കുകയും പൊരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. തന്നെയുമല്ല, ഈ കേരളത്തിൽ നിന്ന് കയറിപ്പോകുന്ന വാഹനങ്ങളുടെ കരിയോയിൽ അത് റീസൈക്കിൾ ചെയ്ത് വെളിച്ചെണ്ണയുടെ കൂടെയോ ഓയിലിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് തിരിച്ച് വരുമ്പോൾ നിസ്സാര വിലയ്ക്ക് ഹോട്ടലുകാർക്ക് കിട്ടും. ഇതൊക്കെ ചേർത്താണ് ഈ ഉണ്ടാക്കുന്നതെന്ന്. ഇതൊക്കെ പിടിക്കാൻ ഫുഡ് ഇൻസ്പെക്ടർമാരെന്ന് പറയുന്നൊരു വിഭാഗം കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് യൂണിഫോമും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് എല്ലാ പഞ്ചായത്തിലും ഒരു ഫുഡ് ഇൻസ്പെക്ടർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അവർക്ക് യൂണിഫോം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഫുഡ് ഇൻസ്പെക്ടർമാർ യൂണിഫോം ഇട്ട് പണി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. ഇനി കേരളത്തിലെ ആരോഗ്യമന്ത്രി കെ മുരളീധരനോട് പറയട്ടെ, നിങ്ങൾക്ക് ഈ DYFIക്കാർ കൊണ്ടു കൊടുക്കുന്ന പൊതിച്ചോറ് നിരോധിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനേക്കാളും ഒക്കെ മാരകമായ പ്രശ്നമുള്ള ഇവിടുത്തെ ഈ മന്തിക്കടകളോട് നിങ്ങളൊന്നും പറയാത്തത്? ഈ DYFIക്കാർ കൊണ്ടു കൊടുക്കുന്ന പൊതിച്ചോറ് ഉണ്ടിട്ട് ഇന്ന് വരെ ആരും മരിച്ചതായിട്ടോ ആരുടെയും വയറിളകിയതായിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിട്ടോ നമുക്കറിയത്തില്ല. പക്ഷേ ഈ മന്തി കഴിച്ച ഒത്തിരി എണ്ണം ആശുപത്രി കിടപ്പുണ്ട്. ഈ ഷവർമ കഴിച്ച ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഒന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ തൊടാത്തത്? അതെന്താ, ഈ മന്തിയെല്ലാം ഞമ്മടെ ആയതുകൊണ്ടാണോ തൊടാത്തത്? അതാണോ നടപടി എടുക്കാത്തത്? ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഫുഡ് ഇൻസ്പെക്ടർമാരെ കൊണ്ടൊക്കെ അവരുടെ യൂണിഫോം ഒക്കെ ഇട്ട് അവരെ കൊണ്ട് ആ യൂണിഫോമിൽ ഒന്ന് ജോലി ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നടപടിയൊന്നും എടുക്കുക. അതെന്നാ നിങ്ങൾ എടുക്കാത്തത്? യൂണിയൻകാരെ പേടിയായിരിക്കും അല്ലേ? വിദേശത്തൊക്കെയുള്ള കാരണവന്മാർ നാട്ടിലോട്ട് വൈകുന്നേരങ്ങളിൽ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് വിളിക്കും, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഒന്ന് വീഡിയോ കോളിൽ കാണാം. ഇവർക്ക് നേരമുണ്ടോ? അവധി ദിവസങ്ങളിൽ വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേനും തിരക്കൊന്നും ഇല്ലല്ലോ എന്നോർത്ത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ, വീട്ടിൽ കാണുമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് കാരണവന്മാർ ഇങ്ങോട്ട് വിളിക്കുന്നത്. പിള്ളേരുടെ ഡാഡിക്കും മമ്മിക്കും ഭയങ്കര തിരക്ക്. ഇനി ഈ തിരക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഹോട്ടലുകളിലേക്ക്, മന്തി ഹോട്ടലുകളിലേക്ക്. ഈ മന്തി ഹോട്ടലുകളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഉള്ള ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടിരുന്ന പാത്രത്തിൻ്റെ അടിഭാഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിലും നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കണം തിരിച്ച്. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആ പാത്രങ്ങളുടെ പുറകുവശമൊക്കെ കഴുകിയിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, പാചകക്കാരൻ ഉൾപ്പെടെ അരിയുന്നത് ഉൾപ്പെടെ കഴുകുന്നത് വരെ എല്ലാം ഭായിമാരാണ്. ഭായിമാർക്ക് പാത്രത്തിൻ്റെ പുറം എന്നാ വിഷയിരിക്കുന്നത്? ഞാനും ഭാര്യയും കൂടെ പാലക്കാട് ഹൈവേ പൊയ്ക്കൊണ്ടിരിക്കുക. കൊള്ളാവുന്നത് തോന്നിയ ഒരു ഹോട്ടലിൽ കയറി ഊണിന് ഓർഡർ കൊടുത്തു. 2 മീൻകറിയും മേടിച്ചു. മീൻകറി കൊണ്ടുവന്നത് ഈ മണ്ണിൻ്റെ കോപ്പ പോലത്തെ ചെറിയ പാത്രത്തിലാണ്. ആ പാത്രത്തിൻ്റെ പുറം മുഴുവൻ പൂപ്പലാണ്. ഞങ്ങളിങ്ങനെ കൈകൊണ്ട് തൂക്കുമ്പോൾ പൂപ്പൽ പോകുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ മീൻകറിയുടെ പാത്രത്തിൻ്റെ വക്കേ കൂടെ ഒരു നേർത്ത പഴുതാര ഇങ്ങനെ പോവുക. ഭാര്യ ഇത് കണ്ടപ്പോഴേ പറഞ്ഞു, ഇതേ ഒരു പഴുതാര, അയ്യോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അതോടുകൂടി ഊണും വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. പൈസ അങ്ങ് കൊടുത്തേച്ച് വേറെ ഒന്നും പറയാൻ നിന്നില്ല. ഈ ഹോട്ടലുകളുടെ മുൻവശത്ത് പാത്രത്തിൻ്റെ അടി ഇങ്ങനെയും പാത്രത്തിൻ്റെ വക്കേ കൂടെ ഇങ്ങനെ പഴുതാരയൊക്കെ പോകുന്ന രീതിയിലാണെങ്കിൽ ഇതിൻ്റെ പുറകുവശമൊക്കെ എന്നതായിരിക്കും? പാചകക്കാരും സഹായികളും മുഴുവൻ ഹിന്ദിക്കാരാകാം. അവർക്ക് മലയാളിയെ ആരോഗ്യത്തോടെ നോക്കേണ്ട കാര്യം എന്താ? വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ കയറുന്ന ഹോട്ടലുകളുടെ പുറകുവശത്തൊക്കെ ഒന്ന് പോയി നോക്കിക്കോ, കളി കാണണമെങ്കിൽ. നോക്കേണ്ടത് ഗവൺമെൻറ്റും ഫുഡ് ഇൻസ്പെക്ടർമാരും ഒക്കെയാണ്. അവന്മാരെ ഒട്ട് ആ വഴിക്കും കാണാനില്ല. ഇനി നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുട്ട വിരിഞ്ഞ് 45 ദിവസം കൊണ്ട് ഒരു ഇറച്ചിക്കോഴി പ്രായപൂർത്തിയാവും.
അതുപോലെ ഹോർമോൺ അങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ടാണ് അതിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനത്തെ ഇറച്ചിക്കോഴി മേടിച്ച് തിന്നുന്ന പെൺകുട്ടികൾക്ക് 9ഉം 10ഉം വയസ്സും ആകുമ്പോൾ പ്രായപൂർത്തിയാകും. അതുങ്ങൾക്ക് വല്ലതും അറിയാവോ? ഒന്നും അറിയത്തില്ല. ശരീരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശരീരമുണ്ട്, എല്ലാ അവയവങ്ങളും ആവശ്യത്തിന് മിച്ചമാകും. പക്ഷേ ബുദ്ധിയും ബോധവും എന്ന് പറയുന്നതില്ല. പിന്നെ പീഡനമായി, കേസായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ ഭക്ഷണ സംസ്കാരം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ മന്തിക്കടകൾ ഇങ്ങനെ പെരുകുന്നത്? ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ പറയുക, കട്ടപ്പനയിൽ ഒരു മന്തിക്കടയിൽ ഒരു ദിവസം അവർ വാങ്ങുന്നത് 30 കിലോ കോഴി. ആ കട ഒരു ദിവസം ലാഭവിഹിതമായിട്ട് ബാങ്കിൽ കൊണ്ടേ അടയ്ക്കുന്നത് 1,90,000, 95,000, 2 ലക്ഷത്തിൽ താഴെ. ഞാൻ പറയുന്നത് ഈ പല മന്തിക്കടകളെക്കുറിച്ചും NIA അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉപജീവനമാർഗമായി തുടങ്ങുന്ന ഹോട്ടലുകളും തട്ടുകടക്കാരും പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് വിടുമ്പോൾ അനുദിനം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ ഇതൊക്കെ പറഞ്ഞു പൊങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ പുറയിലുള്ളവരെ ഉദ്യോഗസ്ഥന്മാർ എന്തിനു ഭയപ്പെടുന്നു? ഈ പുതിയ ഭക്ഷണ സമ്പ്രദായം കേരളത്തിൻ്റെ തനിമയെ ഇല്ലെന്നാക്കും. കുഴിമന്തിയുടെ ദോഷങ്ങൾ പറയാം, അത് ശാസ്ത്രീയമായിട്ട് തന്നെ പറയാം. കുഴിമന്തിയിലെ റൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചോറ്, അതിനകത്ത് വലിയ അളവിൽ നെയ്യ്, എണ്ണ, മസാലകൾ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർന്നിട്ട് ഉയർന്ന കലോറിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും വളരെ പെട്ടെന്ന് ശരീരഭാഗവും വയറും കൂടാൻ കാരണമാകും. കുഴിമന്തിയൊക്കെ തിന്നുന്നവരെ നോക്കിക്കേ, മുന്നിലും പുറകിലും ഒക്കെ തള്ളി പിടിച്ച് നിൽക്കുന്നത്. ഇതങ്ങോട്ട് ഡെയിലി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുന്നു. അടുത്തത്, മന്തി പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ അളവിലുള്ള എണ്ണയും നെയ്യും ഈ മാംസത്തിലെ പ്രത്യേകിച്ച് ചിക്കൻ്റെ മട്ടൻ്റെ ഒക്കെ തോലോടുകൂടി ഉപയോഗിക്കുമ്പോൾ പൂരിത കൊഴുപ്പും എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ്, രക്തത്തിലെ ചീത്ത കൊളസ്ട്രോള് LDL, ഇതിൻ്റെയൊക്കെ അളവ് വർദ്ധിപ്പിക്കും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ രക്തധമനികളിൽ തടസ്സം ഉണ്ടാകാനും ഹൃദ്രോഗ സാധ്യത കൂടാനും സാധ്യതയുണ്ട്. ഞാൻ കേരളത്തിലെ അമ്മമാരോട് പറയട്ടെ, കുഞ്ഞുങ്ങളെയെല്ലാം വാരിയിട്ടുകൊണ്ട് മന്തിക്കടയിലോട്ട് ഓടുമ്പോൾ ഡെയിലി ഇത് മേടിച്ചു കൊടുത്തിട്ട് 10ഉം 17ഉം 18ഉം വയസ്സാകുമ്പോൾ അതുങ്ങൾ അറ്റാക്ക് വന്ന് മരിച്ചു പോയാൽ അമ്മമാരോട് പറയട്ടെ, നിങ്ങളായിരിക്കും അതിൻ്റെ പ്രതികൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് സ്ഥിരം മേടിച്ചു കൊടുത്താൽ ഇത് സംഭവിക്കാം. അടുത്തത്, മന്തിക്ക് ഉപയോഗിക്കുന്ന അരിയിലെ ഏതാ അരി ഉപയോഗിക്കുന്നത്? ബസ്മതി, മാണ്ടി റൈസ് എന്നൊക്കെ പറഞ്ഞ അരികളാണ് ഉപയോഗിക്കുന്നത്. ഈ അരിക്കകത്ത് ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടും. പതിവായി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനും പ്രമേഹത്തിനും വഴിവെക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? മന്തിയും മേടിച്ച് കൊടുക്കും, ഐസ്ക്രീമും മേടിച്ച് കൊടുക്കും, പിന്നെ ഈ കുലുക്കിയുള്ള സർപ്പത്തും മേടിച്ച് കൊടുക്കും. ഈ പണ്ടാരം എല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോൾ പിള്ളേർക്ക് പ്രമേഹവും ഉണ്ടാകുന്നു. കാശ് കൊടുത്ത് വഴി കിടക്കുന്ന വയ്യാവേലി മേടിച്ച് വെക്കുമെന്ന് പെട്ടെന്നുണ്ടാകുന്നത് പറയാം. ഉയർന്ന അളവിലുള്ള കൊഴുപ്പ്, മസാലകൾ, ഇതെല്ലാം ദഹിക്കാൻ സമയമെടുക്കും. ഇത് മനുഷ്യന് നെഞ്ചരിച്ചിൽ, ഗ്യാസ് ട്രബിള്, വയറുവേദന, ദഹനക്കേട് എന്നിവ ഉണ്ടാക്കും. ഇതായിപ്പോൾ ഈ ആശുപത്രിയിലോട്ട് കൂടുതൽ ഓടുന്നതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തെ മാംസത്തിൻ്റെ പാചകം, ഈ കുഴിമന്തിയിലെ മാംസം വായു സഞ്ചാരമില്ലാത്ത കുഴികളിൽ വെച്ചാണ് വേവിക്കുന്നത്. മാംസം ശരിയായി വെന്തില്ലെങ്കിൽ സാൽമൊണല്ല, ക്ലോസ്ട്രിഡിയം തുടങ്ങിയ ബാക്ടീരിയകൾ പെരുകാൻ സാധ്യതയുണ്ട്. സമയം കൂടെ കഴിഞ്ഞാൽ പറയുകയും വേണ്ട. ഇനി അടുത്ത ഏറ്റവും വലിയൊരു അപകടകാരി, ഈ മന്തിക്കൊപ്പം നൽകുന്ന പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് എന്ന് പറഞ്ഞൊരു സാലഡുണ്ട്. ഇത് വളരെ പെട്ടെന്ന് കേടാകും. ഇതിനെ ഒരു കൃത്യമായ താപനിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ മാരകമായ ഫുഡ് പോയ്സൺ ആകും. എന്ന് പറഞ്ഞാൽ കുഴിമന്തി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് വളരെ അപൂർവമായി വല്ലപ്പോഴും മാത്രം അളവ് നിയന്ത്രിച്ച് കഴിക്കുക ആണെങ്കിൽ ഈ മയോണൈസ് എന്ന് പറയുന്ന ഓടാലി ഒഴിവാക്കി തൈരും സാലഡും ഒക്കെ ചേർന്ന് ധാരാളം പച്ചവെള്ളവും ഒക്കെ ചേർത്ത് കുടിച്ചും ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആഘാതം കുറയും. എന്നതാണേലും ഇതിന് കുഴപ്പങ്ങളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പണ്ട് കാലത്ത് കപ്പ, കാന്താരി, ചക്ക, ചേന, ചേമ്പ്, കാച്ചിക്ക തുടങ്ങിയ നാടൻ വിഭവങ്ങൾ കഴിച്ചവർ 100 വയസ്സും അതിലധികം ആരോഗ്യത്തോടെ വന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം കൊണ്ട് കഴിക്കുന്നിടത്തോ
ചെറിയ പിള്ളേർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്നതും എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ ഷുഗർ കൂടും, പ്രഷർ കൂടും, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകാൻ ഈ മന്തിയും ഷവർമ്മയും ഈ മയോണൈസിനും ഈ കുലുക്കി സർബത്തുകൾക്കും ഒക്കെ ഒരു പ്രധാന പങ്കുണ്ടെന്നാണ് വിദഗ്ധരായ ഡോക്ടർമാർ ഈ മേഖലയെക്കുറിച്ച് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, പൊതുവെ ഇത് കഴിക്കാറുമില്ല. എന്നാണെന്നറിയാവോ? അവർക്കറിയാം ഇത് കഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്. അവരേതെങ്കിലും ഹോട്ടലിൽ പോയി, വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഇഡ്ഡലിയും സാമ്പാറും മസാല ദോശ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ച് അവരുടെ ആരോഗ്യം അവർ നോക്കും. ഈ കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഈ കയറ്റിയിട്ട് പോകുന്നവൻ അവസാനം ആദ്യമേ പിള്ളേർ മരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണവന്മാരോട് ഞാൻ പറയട്ടെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മക്കളുടെ ശേഷക്രിയ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പം നിങ്ങളുടെ മക്കളുടെ ശേഷക്രിയ ചെയ്യണമെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് വലിയ സന്തോഷവും ആഗ്രഹവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ മന്തിയും മേടിച്ചു കൊടുത്ത് മയണൈസും മേടിച്ചു കൊടുത്ത് ഈ കുലുക്കി സർബത്തും മേടിച്ചു കൊടുത്ത് അങ്ങ് വിട്ടാൽ മതി. വളരെ പെട്ടെന്ന് ഇതാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അവർക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റിയല്ല, കാരണം വൈകുന്നേരം അവരുടെ ആയുസിലോട്ട് ആൾ ചെല്ലുന്നതല്ലേ. അത് ഒഴിവാക്കാൻ അവർ പരസ്യമായിട്ട് ഇത് പറയുമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ പൊതുജനം ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.